നമ്മൾ പോകുന്നത് മലബാറിലേക്കാണ്. അവിടെ മഴ കനക്കുന്നു എന്നുള്ളതാണ്. മലബാർ മേഖലയിൽ ഇന്ന് ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലും മഴയ്ക്ക് ശമനമില്ല. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വീണ്ടും അവിടെ വലിയ മഴയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലത്തെ സാഹചര്യം? നമ്മൾ രാവിലെ കണ്ടിരുന്നു അനഘ കുടയൊക്കെ ചൂടിയാണ് നിന്നിരുന്നത്. വലിയ മഴയാണോ? അനഘ കേൾക്കുന്നുണ്ടോ? അനഘ, രാഖി, കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ അതിശക്തമായ മഴ തുടരുകയാണ്. മാത്രമല്ല, ഈ മഴയിൽ കോഴിക്കോട് നഗരപ്രദേശങ്ങളിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ അതിശക്തമായ മഴയായിരുന്നെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഈ മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ചെറു മഴ പെയ്താൽ പോലും ഈ പ്രദേശത്ത് അതിശക്തമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. റോഡിലേക്ക് ഈ ഭാഗത്ത് മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെയൊക്കെ തന്നെ മഴ അല്പം ശമനം വന്നതുകൊണ്ട് മാത്രമാണ് ഈ വെള്ളക്കെട്ട് മാറാൻ സാഹചര്യമുണ്ടായത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറുമഴ പെയ്യുമ്പോൾ പോലും ഈ ഭാഗത്ത് കൂടി ആളുകൾക്ക് നടക്കാനോ മറ്റ് പോകാനോ കഴിയാത്തൊരു സാഹചര്യം ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഓട ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നാണ് പൊതുജനങ്ങൾ അന്നു മുതൽ തന്നെ പറയുന്നത്. വലിയ BJP-യുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഓട ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുമഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോലും നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, മലയോര മേഖലകളിൽ ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ മലയോര മേഖലയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന അടിവാരം പോലുള്ള പ്രദേശങ്ങളിൽ പുഴയോരത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വയനാട്ടിൽ ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ ഈ പുഴയിലൊക്കെ തന്നെ വെള്ളം പ്രതീക്ഷിക്കാതെ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിലങ്ങാട്, ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ വിലങ്ങാടും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ കോഴിക്കോട് ഇതേ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഈ രീതിയിൽ മഴ ഇല്ല. ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് കാസർഗോഡ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ്. അത് ആ രീതിയിൽ തന്നെ രാവിലെ മുതൽ തന്നെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതെ രാഖി, ഈ ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ രീതിയിൽ തോരാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നഗരത്തിലെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. അതിശക്തമായ കാറ്റ് പലയിടത്തും വീശുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എവിടെയും നാശനഷ്ടങ്ങളൊന്നും അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് മുഴുവൻ ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ പലയിടത്തും വെള്ളക്കെട്ടിനും മറ്റുമൊക്കെ തന്നെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ കോഴിക്കോട് നഗരത്തിൽ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ രീതിയിൽ മഴ ഉണ്ടാകുന്ന സമയത്ത് പോലും നഗരത്തിലെ പലയിടങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. അതിന് കൃത്യമായ ഒരു ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ആകുമ്പോഴേക്കും പലയിടങ്ങളിലും ഈ രീതിയിൽ ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും രാവിലെ പെയ്ത മഴയിൽ നിന്ന് ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ രീതിയിൽ ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. രാഖി.